ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷകരമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോഴിതാ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്, പിന്നെ പൊട്ടറ്റോസ് ഒക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ കുറച്ച് ഞങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ലൈക്ക് ബട്ടണൊക്കെ ഇപ്പം തന്നെ പ്രസ് ചെയ്ത് വെച്ചേക്കട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതെന്ന് കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് രാവിലെ തന്നെ നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ബിരിയാണി അരി എടുത്ത് ഞാൻ നെയ്ച്ചോറാക്കി വെക്കട്ടോ. എങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ഇതൊരു 4-4.5 നാഴി അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 8 ഗ്ലാസ് വെള്ളം, അതിൻ്റെ ഇരട്ടി 8 ഗ്ലാസ് വെള്ളം കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് വെക്കണം. അത് ഓയിലിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓയിലിൽ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് നന്നാക്കി വഴറ്റിയിട്ട് പറ്റി പട്ടിയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ടുകാണ്ട് ഞാൻ പിന്നെ അരി അതേപോലെ ഞാൻ ഇട്ടുകൊടുത്തേക്കാൻ കേട്ടോ. വെള്ളം ഒഴിച്ചെടുക്കുന്നതിന് മുന്നേ അങ്ങനെ അരി ഇട്ടുകൊടുത്തിട്ട് അപ്പോൾ അരി നന്നാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കിയിട്ടാണ് പിന്നെ ഞാൻ പാത്രത്തിൽ 8 ഗ്ലാസ് പറഞ്ഞത്ര വെള്ളം ഒഴിച്ചെടുത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഏത് പാത്രത്തിന് അളന്നത് വെച്ചാൽ ആ ഒരു പാത്രത്തിന് അല്ലെങ്കിൽ അതേ അളവിലൊരു വേറൊരു പാത്രത്തിന് അളന്നുകാണ്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടുന്ന് കടന്ന് വേകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കട്ടെ. അപ്പോൾ 3 സവാള, 3 ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പിലൊക്കെ ഇട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടുന്നുണ്ട് ഞാൻ മിക്സിയിൽ ചതക്കി എടുത്തിട്ടുണ്ട് വരാം. അപ്പോൾ അതിനുള്ള നേരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടൊമാറ്റോ കട്ട് ചെയ്ത് കാണ്ട് ഓരോന്നായിട്ടില്ല ഇങ്ങനെ കാണിച്ചു തരാനുള്ള ടൈമൊന്നുമില്ല. ഒന്നാമത് വെള്ളിയാഴ്ചയാണ്. നിന്ന് പെട്ടെന്ന് ബസ് വരും. 9 മണിയാകുമ്പോഴേക്കിന് ബസ് വരും. ജിതുമോന് പിന്നെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജിതുമോന് സ്കൂൾക്ക് പോകലില്ല, കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ഇങ്ങനത്തെ ഒരു സ്പെഷ്യലൊക്കെ ഇവിടെ ഈ വീട്ടിൽ വെച്ച് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എഗ് ബിരിയാണി നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കാം. പിന്നെ ഉച്ചക്ക് നമുക്ക് ലഞ്ചായിട്ട് നമ്മളെ ഫുഡ് ബിരിയാണി ആക്കാൻ വിചാരിച്ചു, എഗ് ബിരിയാണി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള സവാള കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് 3 സവാള കട്ട് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു 3 സവാള കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാൻ പറ്റുന്നത് ഞാൻ മിക്സിയിലിട്ട് ചതക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റൗവൊക്കെ ഓൺ ചെയ്തിട്ടതാണ് നമുക്ക് എന്ത് ചെയ്യുക, വലിയൊരു ചട്ടി വെച്ചെടുക്കണം. അപ്പോൾ അതാ ഈ രീതിയിലിട്ടാട്ടോ ഞാൻ ഉള്ളി ഇതൊക്കെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഒക്കെ കൊടുക്കാം. വിശക്കുന്നുണ്ട് ഇത് പറയുന്നുണ്ട് ആർക്കും. ഞാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ നെയ്ച്ചോറ് ആർക്കും വേണ്ട കേട്ടോ. അപ്പം മുന്നോടേക്ക് മുട്ട ഞാൻ പീങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൊലി കളഞ്ഞ് തരണം. ഒന്ന് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജിതുമോന് കൊടുക്കുകയാണ്. പിന്നേനാണെങ്കിൽ വേണ്ടായിരുന്നു, ഇപ്പം നെയ്ച്ചോറ് വേണ്ട, എനിക്ക് ബിരിയാണി ആയിട്ട് തന്നെ മതി വിചാരിച്ചു അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോഴേക്കും ടൈമാണെങ്കിൽ ഒട്ടും ടൈമും ഇല്ല, വെള്ളിയാഴ്ചയല്ലേ. അങ്ങനെ പിന്നെ വേറെ ചായക്കറിയൊന്നും വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോഴിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ സവാള 3 ഇതിലേക്ക് ചേർത്തി കൊടുത്തു. ഇപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കില്ല, നന്നാക്കുന്നത് ഇത് നല്ല ഗോൾഡൻ നിറ ആയിട്ട് വരട്ടെ. അപ്പം ഗോൾഡൻ നിറമൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. ആ ഒരു ടൈമൊന്നുമില്ല, പെട്ടെന്ന് ഇതാവും വേണമല്ലോ. പിന്നെ വേറൊരു ചായക്കറിയൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട് ചതച്ചെടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്. ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ, കാരണം കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല. അതൊക്കെ ചേർത്തി കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തയ്യാത്ത എനിക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ പുറത്ത് പോയി പറിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെയൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പ്, ഇതിന് എന്തൊക്കെ മസാലകൾ ചേർക്കണമെന്നോ, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, അങ്ങനെ എല്ലാ മസാലകളും പിന്നെ ബിരിയാണി മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ബിരിയാണിയുടെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കി കൊടുത്തപ്പോഴേക്കന്നെ ജിതുമോൻ പറഞ്ഞത് എന്താ അതിന് എഗ്ഗില്ലേ. അപ്പോൾ തരാപ്പത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നെയ്ച്ചോറായിട്ട് അല്ല ബിരിയാണിയൊക്കെ നമുക്ക് ഉച്ചക്ക് എടുക്കാറുണ്ട്. അപ്പം ആർക്കും ക്ഷമയൊന്നുമില്ല. അപ്പോൾ അതാ ഇതിലേക്ക് പാകത്തിന് തൈരും കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൈര് ഏറെ എടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അത് നമ്മൾ ഇതൊക്കെ ആയി വരുമ്പോഴേക്ക് പാകമായി വരും. അപ്പോൾ ഇതിലേക്ക് ഇതാ എല്ലാ മസാലകളും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പറഞ്ഞത് പെരിഞ്ചീരക പൊടി, പിന്നെന്താ ബിരിയാണി മസാല ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മജ്ബൂസിൻ്റെ മസാല ഇവിടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിലുണ്ടാക്കിയാണ്ട് ഞാൻ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നാക്കിയിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച മുട്ടത്തിലേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. അപ്പോൾ കുരുമുളക് ഞാൻ ഇവിടെ പൊടി ഇല്ലാത്തത് ഒന്ന് പൊടിച്ചെടുക്കാനൊന്നും ടൈമില്ലാതെ വെച്ചതാണ്. പിന്നെ മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് നമുക്ക് ഉള്ളി ഇതൊക്കെ ഇട്ടപ്പോൾ തന്നെ ആക്കിയിട്ടാൽ മതി. ടൊമാറ്റോ ഒക്കെ ആക്കിയപ്പോൾ അത് പിന്നെ വിട്ട് പോയിട്ടോ. അപ്പോൾ അതിനുള്ളൊരു ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ അതൊരു തട്ടിക്കൂട്ട് എഗ്ഗ് ബിരിയാണി എന്നാ പറയട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, മുട്ടയുടെ പിഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചെടുക്കാം കേട്ടോ. കഴുകി ഒഴിച്ചെടുക്കാൻ പറഞ്ഞാൽ വിനാഗിരി കുറച്ച് ചേർത്തിട്ടുണ്ടാവും. വെള്ളം ഇതിലേക്ക് ഒട്ടും തന്നെ ചേർക്കുന്നില്ല. പിന്നെ ഇപ്പം ചിക്കനും ബീഫൊന്നും കൂട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ, ജിതുമോന് സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കായിട്ട് ചിക്കനും ബീഫൊന്നും വേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഇത് വേണ്ട വിചാരിച്ചിട്ട് കുട്ടീനെ അങ്ങനെ ടെൻഷൻ അടുപ്പിക്കണ്ടല്ലോ. നമുക്ക് ചിക്കൻ പറ്റും ചെയ്യും, ജിതുമോനെ അങ്ങനെ കൊടുക്കാനും പറ്റില്ല. ആരും കൊണ്ടുതന്നെ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ 4 എഗ്ഗ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കട്ടെ. അപ്പം ഞാനിത് പകുതി ആക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി, അതൊക്കെ ഓർത്തതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മതി. അപ്പോൾ ഏതായാലും വെച്ചതിൻ്റെ അതൊക്കെ അവസ്ഥയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിലേക്കൊരു വാഴയിലും വെച്ച് കൊടുക്കണ്ട ഞാൻ. അപ്പോൾ എനിക്ക് ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ വാഴയിൽ വെച്ച് ശീലമായി. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്കത് ഇല്ലാത്തപ്പോൾ ഭയങ്കര എന്തോ പോലെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നെയ്ച്ചോറ് വേണ്ടവർക്ക് നെയ്ച്ചോറ് കഴിക്കാം, പക്ഷെ ആർക്കും വേണ്ട, ഒരു കപ്പത്തിലായിട്ട് മതി ഞാനാണ്ടാണ്. പിന്നെ മിന്നിനൊന്ന് നേരം വെക്കിപ്പോൾ വിശക്കണേന് കഴിച്ചോണ്ടിട്ട് ഒന്നും കേട്ടില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വേവട്ടെ. ഇനി എന്താ സ്കൂൾക്ക് എഗ്ഗ് വേണ്ടായിരുന്നു. അങ്ങനെ എഗ്ഗ് ബിരിയാണി എനിക്ക് വേണ്ട, ബിരിയാണി വേണം, അതിക്ക് എഗ്ഗ് വേണ്ട, അതിൽ എഗ്ഗ് വേണ്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിക്ക് മസാലകളൊക്കെ ചേർത്ത് പൊരിച്ചെടുക്കണ്ട. അങ്ങനെ നമ്മളിവിടെ ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാസ്ട്രോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാസ്ട്രോൾക്ക് ഞാൻ നമ്മളെ ആയ ബിരിയാണി ഇതിലേക്ക് ഇട്ടെടുക്കണ്ട. പിന്നെ എന്നോട് എല്ലാവരും പറയാറുണ്ട് എന്താണ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അത് അവർ ലൈക്ക് അടിക്കാൻ മറക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ആർക്കും ഷെയറും ചെയ്യില്ല. യൂട്യൂബിനെ ഷെയർ ചെയ്തിട്ട് വിചാരിച്ച് നിൽക്കും. അപ്പം യൂട്യൂബ് അങ്ങനെ ഷെയറും ചെയ്യാറില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അത് എടുത്ത് കണ്ടോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ പറയാം. അപ്പോൾ ഈ ലിങ്ക് ഇട്ടെന്നാലേ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. എപ്പോൾ സ്റ്റാറ്റസ് നോക്കിയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. പിന്നെ പറഞ്ഞു എന്നെ എവിടെയും കാണൂല, എന്താ ഫേസ് കാണിച്ചാൽ കുറേ ഫോളോവേഴ്സ് കൂടുന്നൊക്കെ കേട്ടോ. അപ്പോൾ ഫേസ് കാണിച്ചാൽ കൂടുന്നു. ഇപ്പം എനിക്ക് അത്ര ഒന്നും പറയാൻ തോന്നുന്നു പറ്റുന്നില്ല. എങ്ങനെയായാലും എത്ര വേസ് കാണിച്ചാലും ഞാൻ തന്നെയല്ലേ, ഞാൻ തന്നെയല്ലേ ആയി മാറുള്ളൂ, വേറെ ആരും ആകൂലല്ലോ. അപ്പം എന്നോട് കഴിഞ്ഞ മാത്രമേ ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതാകുന്നു എല്ലാവരും നന്നാവുന്നത് എനിക്കാണ്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എനിക്കേ പറ്റുള്ളൂ കേട്ടോ. ഈ വീഡിയോയിലാണെങ്കിൽ കുക്കിംഗ് മാത്രം തന്നെ നടക്കാറുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കാരണം വെച്ചാൽ ജിതുമോന് എൻ്റെ കയ്യിലേക്കാണ് മിക്കവാറും ഫോണ്. പിന്നെ അവനെ കരയിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്, പിന്നെന്താ പിന്നെ സുഖമില്ലാത്ത കൂടിയല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ആണെങ്കിൽ കിച്ചണിൽ ഓരോ പണി ഉണ്ടാകുമ്പോൾ വീടെടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ സോപ്പിൻ്റെ കൂടെ മാറ്റിയിട്ട് ഫോൺ ഒന്ന് രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ഞാൻ കുറേ കാണാതെ ഒളിപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തരാനാണ്ട് അങ്ങനെയാണ് ഈ വീടെടുക്കലുണ്ടായത്. പിന്നെ കണ്ടാൽ എൻ്റെ കയ്യിൽ കിട്ടൂല. അങ്ങനെ ഞാൻ അതങ്ങനെയാണ് മറന്നു. അപ്പം അങ്ങനെ ഉമ്മ അവനൊക്കെ സോപ്പിങ്ങിൽ കൂടെ അങ്ങനെ നിർത്തി കൈകാര്യം ചെയ്തിട്ടോ. അപ്പം അങ്ങനത്തെ മിന്നുമോളെ ലഞ്ച് ബോക്സ് ഞാൻ ഇതാക്കാം കേട്ടോ. അപ്പോഴത് എത്ര എളുപ്പമായില്ലേ നമ്മളത്. പക്ഷെ ടൈം എടുത്തത് പറഞ്ഞാൽ ഈ ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് രാവിലെ തന്നെ ആയതുകൊണ്ടേ തലേന്ന് കട്ട് ചെയ്തിരിക്കണ ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത് തീരുമാനമൊക്കെ രാവിലെ ഇതാക്കാമെന്നൊക്കെ നമുക്ക് എഗ്ഗ് ബിരിയാണി ആക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സവാളും ടൊമാറ്റോയും ഇതൊക്കെ ഇതാക്കിയത് എടുത്ത് വെച്ചതൊക്കെ ഞാൻ ആ ഒരു ടൈമിൽ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വൈകിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നെയ്ച്ചോറെന്ന് വിചാരിച്ചു അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്കിപ്പോൾ വേണ്ട അത്രയേ ഉള്ളൂ. അപ്പോൾ ഓളേക്ക് ഓളെ ലഞ്ച് ബോക്സിൽ ഞാൻ പൊട്ടറ്റോ ഒക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളെ വേഗം കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. വെള്ളമൊക്കെ കൊടുത്ത് വെക്കാന്നല്ലാതെ അത് അതേപോലെ തന്നെ കിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം എല്ലാവരും നന്നാക്കി കുടിക്കട്ടെ. അല്ലെങ്കിൽ പേര് എന്താണ് മഴക്കാലത്ത് നമുക്ക് അധികം ദാഹമൊന്നും ഉണ്ടാവില്ല. ദാഹമില്ല വിചാരിച്ചിട്ട് കുടിക്കാതെ ഇരിക്കരുത്. എന്താ പറയലത്, മൂത്രത്തിൽ പഴുപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നാക്കി ധാരാളം വെള്ളം കുടിക്കുക. അപ്പോഴാണ് എല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എന്തായാലും അസുഖം വരുന്നതിനാണ് നല്ലത് വരാതെ സൂക്ഷിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ജിതുമോന് പറഞ്ഞൊരു പ്രശ്നം ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ള കാരണം. അപ്പോഴിതാ മിന്നുവിന് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, അവൾക്കാണെങ്കിൽ ബാഗിൽ കുട കയറ്റി പോകാൻ അതിന് ആകൂല അറിഞ്ഞാണ്ട് ഞാൻ എന്താ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത് അവളെ ആക്കി കൊടുക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ ഇനി ഓള് മഴയും കൊണ്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചതാണ്ട് ഇനി അവളെ പറഞ്ഞയച്ചിട്ടാണ് മതി. പിന്നെ പഠിക്കുന്നതന്നെ കയറുമ്പോൾ പിന്നെ ഒക്കെ കുടൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഇവിടെ തന്നെ ഒന്ന് അറിയുകയും ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അവളെ ബസ് വന്നിട്ടാണ് ഇങ്ങോട്ട് പോരാ വിചാരിച്ചു. അങ്ങനെ അവളെ പറഞ്ഞയച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. അപ്പം വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി പെട്ടെന്ന് ഇന്നത്തെ പരിപാടിൻ്റെ പെട്ടെന്നാണ് കഴിഞ്ഞിട്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ കുളി ഇതൊക്കെ പെട്ടെന്നാണ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ അടിച്ചാലും തുടക്കലും മുറ്റടിച്ചാലും ഒക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷികൾ. ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇനി മിന്നു വരുമ്പോഴേക്കും ഒക്കെ എന്താണ് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഇത് വേറെ സംഭവം ജിതുമോന് എന്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ പോയി. അപ്പം അങ്ങനെ ഫാൻസി ഇത് വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോയാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഞങ്ങൾ പോയി വന്നപ്പോഴേക്ക് അവൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി രാത്രി ആയാലൊക്കെ ഈ ഒരു ബിരിയാണി അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.